ഓക്കെ. നെർവസ് സിസ്റ്റത്തിനകത്ത് എസ് ചോദിക്കുമ്പം എപ്പോഴും മൈസ്തീനിക് ഗ്രേവ്സ് തന്നെ ചോദിച്ചത് വെക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നതല്ലാതെ പിന്നെ ജസ്റ്റ് പുതിയ ഇതിനും കഴിഞ്ഞിട്ടുള്ള ഡിസിഫറും പിന്നെ ഞങ്ങളുടെ ആ ഇതൊന്നും നോക്കിയാൽ ക്വസ്റ്റ്യൻ പേപ്പർ 23 ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ. എസ് ചോദിച്ചാൽ മൈസ്തീനിക് ഗ്രേവ്സ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ലൈക്ക് ബേസിക്കലി മനസ്സിലാവാൻ എപ്പോഴും ഫീമെയിൽ പേഷ്യൻസ് ആയിരിക്കും, ക്ഷീണമായിരിക്കും പറയുന്നത്. പിന്നെ ചിലപ്പം ഈവനിങ് ആകുമ്പോഴത്തേക്ക് കൂടും, രാവിലെ ആകുമ്പോഴത്തേക്കും കുറയും, അങ്ങനെ ഒരു സാധനം പറയും. ഇങ്ങനെ വീക്കനിങ്, ചൂയിങ്, സ്വോളോയിങ്, ഓക്കെ. പിന്നെ ഇതിനകത്ത് സ്ട്രക്ചർ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ആ നെർവ് മസിൽ ജംഗ്ഷൻ, അങ്ങനത്തെ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ആ ഇത് പോകുന്ന രീതി, ഇമ്പൾസ് പാസ് ചെയ്യുന്ന ആ ഒരു സംഭവം ചോദിക്കും. അതെങ്ങനെ പോകുന്ന, ലൈക്ക് അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഓഫ് ഓർഡർ ആയിട്ട് ആ മാം കൃത്യമായിട്ട് ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ PDF ആണെങ്കിൽ അയച്ചു തരാം. PDF മീൻസ് ഞാൻ സ്ക്രീൻഷോട്ട് ആക്കി കുറച്ച് നോട്ട് അതിനോട് എക്സ്ട്രാ ചെയ്തും കുറച്ച് പടം അവിടെ എൻഗേറ്റ് ചെയ്തും ആ സാധനം. പിന്നെ അവിടെ അസെറ്റൽ കോളിൻ വരുന്നത്, അതിൻ്റെ അസെറ്റൽ കോളിൻ എസ്റ്ററൈസ്, അങ്ങനത്തെ കുറച്ച് ആ മാമിൻ്റെ 4 വീഡിയോസിനകത്ത് ഓൾമോസ്റ്റ് അതിനകത്തുള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള മൊത്തം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് സ്ട്രക്ചർ കോളിൻ, നെർവസ് ജംഗ്ഷൻ, മെയിൻ കോസ്, അസെറ്റൽ കോളിൻ എസ്റ്ററൈസ് കൂടുന്നത് കുറയുന്നത്, അങ്ങനത്തൊക്കെ. പിന്നെ അതർ കണ്ടീഷൻ ലൈക്ക് വേറെ ഡിസീസ് ആ മാമിൻ്റെ വീഡിയോക്കകത്തുണ്ട്. പിന്നെ പ്ലാൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ കിടപ്പുണ്ട്. ഡ്രോ ആൻഡ് ലേബലിനുള്ള പടം മാം കൃത്യമായിട്ട് ആ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ അയച്ചു തരാം. പിന്നെ അയണിക് ബേസ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എ നെർവ് ഫൈബർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മോഡൽ എക്സാമിൽ ചോദിച്ചാൽ എനിക്ക് ഗവൺമെൻറ് ഫൈനൽ എക്സാമിൽ ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര സിമ്പിൾ, അത് പഠിച്ചാൽ ലൈക്ക് ജസ്റ്റ് ഒരു ഓർഡറിൽ വരച്ച് പോകാം. ഒരു ലൈക്ക് ഇങ്ങനെ ഇരിക്കുന്ന മണ്ടക്കോട്ട് ഒരു ഓപ്പൺ ഗേറ്റ്, ക്ലോസ്ഡ് ഗേറ്റ്, സോഡിയത്തിൻ്റെ, പൊട്ടാസ്യത്തിൻ്റെ, അല്ല ആ വീഡിയോ കണ്ട് ആ PDF നോക്കിയാൽ ലൈക്ക് സുഖമായിട്ട് മനസ്സിലാവുന്നത്, അത് ചോദിക്കാം. പിന്നെ NMJ ട്രാൻസ്മിഷൻ റെസ്പോൺസിന് അഡിക്വേറ്റ് സ്റ്റിമുലസ് ടു മോട്ടോർ നെർവ്, അതെന്ത് വരുന്നു എനിക്ക് തോന്നുന്നത് ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ എന്തോ റീച്ച് ആവാൻ വേണ്ടിയുള്ള സംഭവത്തിൻ്റെ റിഗർ മോർട്ടിസ് മിക്കവാറും 1 വേർഡ് ആയിട്ട് അല്ലെങ്കിൽ 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലൈക്ക് 4 മാർക്കല്ല, ഇങ്ങനെ എൻഡിലായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ സ്ട്രെച്ച് റിഫ്ലെക്സ് അത് വേറെ നിങ്ങൾക്ക് നെർവ് മസിൽ ജംഗ്ഷനകത്തുള്ളതല്ല. സ്കെലറ്റൽ മസിൽ കോൺട്രാക്ഷൻ ഇതൊക്കെ ചോദിക്കും. എന്തായാലും സാധനം ഞാൻ മറന്നുപോയി. ക്രോണാക്സി റിയബേസിൻ്റെ അത് മാം ചെറിയ വീഡിയോ ഇടും, അതിൻ്റെ ഞാൻ പടം അയച്ചു തരാം. അതിലേക്ക് ഒരു ഗ്രാഫ് മാതിരി സാധനം ആയിരുന്നു തോന്നുന്നു. അത് ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് ആ പടം ഒന്ന് വരച്ചാൽ അതിൻ്റെ മൊത്തം ആവും. ഭയങ്കര സിമ്പിളത്. പിന്നെ സ്ട്രെങ്ത് ഡ്യൂറേഷൻ കർവ് അതുപോലൊരു സാധനം, വേറൊരു ഗ്രാഫ് മാതിരിയാണെന്ന് തോന്നുന്നു. പിന്നെ റെസ്റ്റിംഗ് മെമ്മറി പൊട്ടൻഷ്യൽ, പിന്നെ ന്യൂറോൺ, അതൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈസ്തീനിക് ഗ്രാവിസിൻ്റെ ഇത് വരുമ്പോൾ അതിനകത്ത് നെർവ് മസിൽ ജംഗ്ഷൻ അവിടെ നടക്കുന്ന കുറച്ച് പരിപാടികൾ, അതിന് നെർവ് പിന്നെ നെർവ് നെർവും ഉണ്ട് ഇതിനകത്ത്, നെർവ് മസിലും ഉണ്ട്. അങ്ങനെ 2 സെറ്റ് ഓഫ് സാധനങ്ങളുണ്ട്. അതിൻ്റെ ബേസിക് എന്താ വ്യത്യാസം വരുന്ന സ്റ്റെപ്സ് എന്നത് മൊത്തം കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ ചോദിക്കുമ്പോഴെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ് എന്തൊക്കെയുണ്ട്, 2 പേരുള്ള കുറേ 1A 1B 2A 2B അങ്ങനെ ഇതൊക്കെ കുറേ സാധനങ്ങളുള്ളതുണ്ട്. പിന്നെ അതിനകത്ത് ക്ലാസിഫിക്കേഷനും കുറച്ച് ലൈക്ക് വേറെ 2 ക്ലാസിഫിക്കേഷനുകളുണ്ട്, ഒരു നമ്പറിങ് അതിനെന്തൊക്കെ പേരൊക്കെ ഉണ്ട്, ആ സാധനമൊക്കെ നോക്കി അത് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. പിന്നെ ഡീനർവേഷൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ചോദിക്കാറുണ്ടായിരുന്നു പഴയതാണെങ്കിലും. നീ ക്വസ്റ്റ്യൻ ഇല്ലന്നല്ലേ, അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ്, അത് അതിനകത്തുണ്ട്, ഞാൻ മറന്നു. അസെറ്റൽ കോളിൻ എസ്റ്ററൈസ് ഇൻഹിബിറ്ററാണ് നിയോസ്റ്റിഗ്മിൻ. എന്നുവെച്ചാൽ എസ്റ്ററൈസ് കൂടിപ്പോയിട്ട് അസെറ്റൽ കോളിൻ എസ്റ്ററൈസ് കൂടിപ്പോകുമ്പോൾ അസെറ്റൽ കോളിൻ കുറയും, അപ്പോൾ അവിടുത്തെ ആക്ഷൻ കുറയുന്നു, അങ്ങനെ എന്തോ പരിപാടിയായിരുന്നു. പിന്നെ റെസ്റ്റിംഗ് മെമ്പറി പൊട്ടൻഷ്യൽ ആ സാധനങ്ങളൊക്കെ ചോദിക്കും. ഇത് റെസ്റ്റിംഗ് മെമ്പറി പൊട്ടൻഷ്യൽ, ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് മൈസ്തീനിക് ഗ്രാവിസ്, അതാ മറ്റേ അസെറ്റൽ കോളിൻ എസ്റ്ററൈസിൻ്റെ സംഭവം വരുന്നത്. പിന്നെ സ്ട്രെച്ച് റിഫ്ലെക്സ് ഒക്കെ വേറെ ചാപ്റ്ററാണ്. ഹയർ വെലോസിറ്റി ഓഫ് കണ്ടക്ഷൻ, അത് എന്തോ ഒരു ജമ്പിങ് മൂവ്മെൻറ്റ്, ഈ സാധനം മിക്കവാറും ചോദിക്കും കേട്ടോ. എന്തോ ഒരു ജമ്പിങ്, എന്തോ പേരുണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനത്തെ ജമ്പിങ് മൂവ്മെൻറ്റ് അങ്ങനത്തെ സാധനത്തിന് കാരണമാണ് അതിൻ്റെ വരുന്നത്. പിന്നെ ഈ ഡയഗ്രാംസ് എല്ലാം നോക്കി, ചാപ്റ്ററിൽ കുറേ ഡയഗ്രാംസ് ഉണ്ട്. മാമിൻ്റെ വീഡിയോക്കകത്ത് പറയുന്ന ഡയഗ്രാംസ് എല്ലാം എടുത്തോ, നല്ല ഡയഗ്രാംസാണ്. ലൈക്ക് അത് തന്നെ സെയിം എക്സാം അതുപോലെ പോയി വരച്ചാൽ മതി. പിന്നെ ക്ലാസിഫൈ സിനാപ്സ്, റൈറ്റ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് സിനാപ്സ്. 2 സിനാപ്സ് ഇല്ലേ, നെർവ് മസിലും, അതാണെന്ന് തോന്നുന്നു.
പിന്നെ ലോങ് ടേം മെമ്മറി ഫങ്ഷൻ ഓഫ് സൈനാപ്സ് അതൊന്നും ചോദിക്കാൻ സാധ്യത ലൈക്ക് ചിലപ്പോൾ ചോദിക്കാം, നോക്കിച്ചോ എന്താ സംഭവം നോക്കിച്ചോ. ആക്ഷൻ പൊട്ടൻഷ്യൽ ഇതാ, ആക്ഷൻ പൊട്ടൻഷ്യൽ അതാ ഞാൻ ഇവിടെ പറഞ്ഞ സാധനം. ഇത് അയണിക് ബേസ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മിക്കവാറും നമ്മുടെ ഇവിടുത്തെ എക്സാമിനത്തേലും ചോദിക്കും അത്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ അങ്ങനെ സ്മൂത്ത് മസിൽ സ്കെൽട്ടൻ വേറെ അങ്ങനെ മസിൽ റിലേറ്റഡ് ആയിട്ടൊന്നും കയറി പോകാൻ ചോദിച്ചില്ല. പിന്നെ ചോദിച്ചാൽ തന്നെ ഇവിടെ ചോദിച്ചാലേ ഉള്ളൂ ഈ ലാച്ച് ബ്രിഡ്ജ് ഹൈപ്പോത്തസിസ് ചോദിക്കും. ഇത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ പഠിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സാധനം, അത് ചോദിച്ചാലേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല ഇതിനകത്തുനിന്ന്. പിന്നെ ഇത് ചിലപ്പോൾ ചോദിക്കും കാർഡിയക് മസിൽ എന്താ ടെറ്റനൈസ്ഡ് ആവാത്തതെന്ന്. അത്രക്കുള്ളൂ. ആദ്യം ബേസിക്കലി ആ മാമിൻ്റെ വീഡിയോയ്ക്കകത്തുള്ളതും അതിൻ്റെ സാധനങ്ങളും പഠിച്ച് വെക്കുക, പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ആ വീഡിയോ അതിനകത്തുള്ള സാധനം അതുപോലെ കാണാതെ പഠിച്ചാൽ പ്രശ്നം തീരും. ലൈക്ക് അത് മതി, അത് തന്നെ മതി. അത് വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് നോക്കുന്നതിന് മുമ്പ് അതിനകത്തുള്ളതല്ല അതുപോലെ മാക്സിമം നന്നായിട്ട് അറിയാവുന്ന മനസ്സിലാക്കി ഉറപ്പാക്കിയിട്ട് ബാക്കിയുള്ളവരോട്ട് പോവുക. ഓക്കെ ബൈ.